ഹായ് നമസ്കാരം കൂട്ടുകാരെ. താളന്തവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കറിയാണ്. ഇന്ന് ഞങ്ങൾക്കിവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടുതലൊരു ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക്. ചിക്കൻ മുറിച്ച് നന്നായി കഴുകി തൈരും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി പെരക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ചും കുഞ്ഞുള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് കുറച്ചധികം കറി ഉണ്ടാക്കാനില്ലല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ച് കടുകെല്ലാം ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കുറച്ചും സവാള അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. അടുപ്പത്ത് വെക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടും. നല്ല തീയല്ലേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക്. നമുക്ക് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പൊടികളെല്ലാം കുറച്ച് ഇതിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. സവാള കുറച്ച് അങ്ങോട്ട് നീക്കി നടുഭാഗത്ത് ഞാൻ കുറച്ചും മുളക് പൊടി ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം ചിക്കനിൽ പെരക്കി വെച്ചതുകൊണ്ട് കുറച്ചതാണ്. ഒരു 3 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് അതിനെ ചൂടാക്കിയെടുക്കാം. പിന്നെ കുറച്ചും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഈ പൊടികളെ പച്ചച്ചുവ മാറും വരെ ഒന്ന് അതിനെ നമുക്ക് വഴറ്റിയെടുക്കാം. അത് മാറിക്കഴിയുന്ന സമയത്ത് നമുക്ക് ഉള്ളിയും ഇതെല്ലാം ഇട്ട് ഒന്നിച്ച് തന്നെ പെരക്കിയെടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഉണ്ടായത് അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ടു. കുറച്ചധികം തക്കാളി ഉണ്ട്. ചിക്കൻ കുറച്ചും കൂടുതലുള്ളതുകൊണ്ട് തക്കാളിയും കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയെല്ലാം ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാം സെറ്റാക്കി ഇതൊരു 10 മിനിറ്റ് സമയം ഞാൻ പെരക്കി വെച്ചതാണ് ചിക്കനിൽ. അപ്പോൾ അത് നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തൈരോട് കൂടിയിട്ട് ചെരിഞ്ഞ് കൊടുക്കുക ഇതിലേക്ക്. ഇങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും. ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്നിപ്പോൾ ഇതെല്ലാം കൂടി നന്നായി പെരക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് വേവിച്ചിട്ട് കുറച്ച് ടൈമായി ഒന്ന് ഇളക്കി കൊടുത്തു കൊടുക്കാം. ഇത് വെള്ളം ചേർത്തിട്ടില്ലല്ലോ അമ്മ, അപ്പോൾ അതുകൊണ്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നാലും അങ്ങനെ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകുന്ന രീതിയിലാക്കണ്ട. ഇത് നല്ല കഷ്ണങ്ങളായിട്ട് തന്നെ ഉണ്ട് ഇപ്പോഴും. കുറച്ച് ടൈമും കൂടി ഒന്ന് അതിൽ കിടക്കട്ടെ. അന്നേരം ഈ മസാലകളെല്ലാം ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് മസാലകളെല്ലാം പിടിച്ച് അകത്ത് കിടന്ന് വെന്തിട്ടുണ്ടാവും ഇതിപ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയുടെ 2-ാം പാൽ എടുത്ത് വെച്ചതാണ്. 1-ാം പാൽ പിന്നെ ചേർക്കാം. ഇപ്പോൾ 2-ാം പാൽ ചേർത്തിട്ട് ഒന്ന് ഈ പാലിൽ കിടന്നും കൂടി ഈ ചിക്കൻ വേവട്ടെ. ഇത് കുറച്ചും വലിയൊരു പാത്രവും കുറച്ചും ഫംഗ്ഷൻ ഉണ്ട്. അതിൽ കുറച്ചും കൂടുതലാക്കേണ്ടതുകൊണ്ട് ഞാനിവിടെ പുറത്ത് അടുപ്പിട്ടിട്ട് അതിലൊന്ന് ചെയ്യുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 2-ാം പാലിൽ കിടന്ന് ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒന്നത് കുറുകി വരട്ട്. കുറച്ചും ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ കുറച്ച് പേസ്റ്റല്ല കുറച്ച് ചതച്ചെടുത്തത് അതും കൂടി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇതിൽ സെറ്റായി വരട്ടെ. നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വെക്കാം.
അപ്പോൾ നമ്മൾ ചിക്കൻ കറിയിൽ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് തിളച്ച് ഇതായിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലി ഇല അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ കറിയുടെ ലാസ്റ്റ് ഫിനിഷിങ് പണിയാണിത്. മല്ലി ഇലയും കൂടി തൂവിക്കൊടുത്ത് കണ്ടില്ലേ. ഇപ്പം നല്ല കളറോട് കൂടിയിട്ട് നല്ല തിക്നെസ്സോട് കൂടിയിട്ട് ഗ്രേവിയാണ്, ഒരുപാട് ലൂസല്ല. അപ്പോൾ നമ്മൾ കറി ഒന്ന് വാങ്ങി വെക്കാം നമുക്ക്. അങ്ങനെ കറി വാങ്ങി വെച്ച് കുറച്ചും തണുത്തതിന് ശേഷമില്ല കറിയാണിത്, കണ്ടില്ലേ. അപ്പോൾ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ ആരെങ്കിലും സബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.